ജെയ് മെയിൻ 2026 ഫേസ് 1-ൽ ജാനുവരി 22 നടന്ന എക്സാമിലെ ഷിഫ്റ്റ് 2-ലെ ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന ചാപ്റ്ററിലെ അയണൈസേഷൻ എൻതാൽപ്പിയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിന്റെയും ടോപ്പിക്കിൽ നിന്നാണ്. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. ദ അയണൈസേഷൻ എൻതാൽപ്പിന്റെ ഓർഡർ ആണ് കാർബൺ വിച്ച് ഇസ് ലെസ് ദാൻ ഓക്സിജൻ, ലെസ് ദാൻ നൈട്രജൻ, ലെസ് ദാൻ ഫ്ലൂറിൻ. അപ്പൊ നമുക്ക് അയണൈസേഷൻ എൻതാൽപ്പിന്റെ ഓർഡർ തന്നിരിക്കുന്നത് കാർബൺ ഏറ്റവും കുറവ്, അത് കഴിഞ്ഞാൽ ഓക്സിജൻ, അത് കഴിഞ്ഞാൽ നൈട്രജൻ, അത് കഴിഞ്ഞാൽ ഫ്ലൂറിൻ. ഈ ഓർഡർ ആക്ച്വലി കറക്റ്റ് ഓർഡർ തന്നെയാണ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് അറിയാം ഓക്സിജനേക്കാൾ കൂടുതൽ നൈട്രജൻ ആയിരിക്കും. P3 സ്റ്റെബിലിറ്റി ഉള്ളതുകൊണ്ട് ഓക്സിജനേക്കാളും കൂടുതൽ നൈട്രജൻ ആയിരിക്കും. ആൻഡ് ലെഫ്റ്റ് ടു റൈറ്റ് പീരിയോഡിക് ടേബിളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കൂടി വരും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആക്ച്വലി കറക്റ്റ് ഉള്ളി. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 ഫോൾസ് ആണെന്നും ബോത്ത് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെന്നുള്ള ഓപ്ഷൻ നമുക്ക് കളയാം. അടുത്ത നിങ്ങൾ നോക്കുക, സെക്കൻഡ് വൺ ഈസ് ആക്ച്വലി സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം ആൻഡ് ഓക്സിജൻ ഈസ് ദി ഓർഡർ ഇൻ ടേംസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അപ്പോ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഏറ്റവും കൂടുതൽ ആർക്കാണ് ഉണ്ടാവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം ആൻഡ് ഓക്സിജൻ. മാഗ്നിറ്റ്യൂഡ് നോക്കിക്കഴിഞ്ഞാൽ ഡെൽറ്റ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിന്റെ മാഗ്നിറ്റ്യൂഡ് നോക്കിക്കഴിഞ്ഞാൽ ഇത് 200 ആണ്, ഇവിടെ 195 ആണ്, ഇത് 190 ആണ്, ഇത് 174 ആണ്, ഇത് 141 ആണ്. എല്ലാം കിലോ ജൂൾ പെർ മോളിലാണ് തന്നിരിക്കുന്നത്. കിലോ ജൂൾ എല്ലാം നമുക്ക് തന്നിരിക്കുന്നത് കിലോ ജൂൾ പെർ മോൾ എന്ന് പറഞ്ഞ കണ്ടീഷനിലാണ്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് പ്രകാരം സൾഫറിനാണ് ഏറ്റവും കൂടുതൽ, ദാറ്റ്സ് ഫൈൻ. അത് കഴിഞ്ഞാൽ സെലീനിയം കഴിഞ്ഞാൽ ടെലൂറിയം കഴിഞ്ഞാൽ പൊളോണിയം കഴിഞ്ഞാൽ ഓക്സിജൻ. അപ്പൊ ഓർഡർ ഈസ് കറക്റ്റ് ഉള്ളി. ഏറ്റവും കൂടുതൽ സൾഫറിനെക്കാളും കുറവ് സെലീനിയത്തെക്കാളും കുറവ് ടെലൂറിയത്തെക്കാളും കുറവ് പൊളോണിയത്തെക്കാളും കുറവ് ഓക്സിജന്റെ ആണ്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ കറക്റ്റ് ഉള്ളി. അപ്പൊ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയായിരിക്കണം. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ 2 ആണ് നമുക്ക് കിട്ടുക. ദാറ്റ് ഈസ് ആക്ച്വലി ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് എന്നുള്ള ഓപ്ഷൻ 2 ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ അല്ലേ മക്കളെ?